ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബ് ഡിസ്ക്ലൈമറിനെ കുറിച്ചാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അത് മോണറ്റൈസ് ചെയ്ത ഒരു ചാനലാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് ഡിസ്ക്ലൈമർ എന്താണ്, അത് എന്തുകൊണ്ട് ഉപയോഗിക്കണം, അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, യൂട്യൂബ് ഡിസ്ക്ലൈമർ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാം. പലരും യൂട്യൂബ് ഡിസ്ക്ലൈമർ അവരുടെ വീഡിയോയിൽ ഉപയോഗിക്കാറില്ല. എന്നാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കോ ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എപ്പോഴാണ് നിങ്ങളുടെ വീഡിയോയിൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ ആഡ് ചെയ്യേണ്ടത്? അതായത് നിങ്ങൾ മറ്റൊരാളുടെ യൂട്യൂബ് വീഡിയോയുടെ ഭാഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്ലിപ്പ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കണ്ടൻറ്റുകൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ കണ്ടൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പോലും നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് യൂട്യൂബ് വീഡിയോയിൽ ഡിസ്ക്ലൈമർ നൽകാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക, സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ബാറിൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ ഗൂഗിളിൻ്റെ സൈറ്റിൽ കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ഞാൻ കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ കോപ്പി ചെയ്തു. ശേഷം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ഏത് വീഡിയോയ്ക്കാണോ ഡിസ്ക്ലൈമർ കൊടുക്കേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. എന്നിട്ട് ആ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ കോപ്പി ചെയ്തെടുത്ത ആ ഡിസ്ക്ലൈമർ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ആ വീഡിയോയിൽ ഏറ്റവും താഴെ ആ കോപ്പിറൈറ്റ് ഡിസ്ക്ലൈമർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോയിൽ ഡിസ്ക്ലൈമർ ആഡ് ചെയ്യേണ്ടത്. ഡിസ്ക്ലൈമർ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒരിക്കലും വരത്തില്ല എന്നല്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് നിയമങ്ങളും ഫെയർ യൂസ് പോളിസികളും ഒക്കെ പാലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ യൂട്യൂബ് ഡിസ്ക്ലൈമർ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.